നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, സോ ഗുഡ് ഈവനിങ് എവ്രിവൺ. നമ്മുടെ സെഷന്റെ പേര് എന്താണ്? സ്നീക്ക് പീക്ക് ഓഫ് ഇയർ 2 അല്ലെ, BA സൈക്കോളജി സെക്കൻഡ് ഇയറിലേക്കുള്ള ഒരു സ്നീക്ക് പീക്കാണ് നമ്മൾ ഇന്ന് ഈ സെഷനിലൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് തുടങ്ങാം. എന്റെ പേര് വൈഷ്ണവി, മെന്ററായിട്ട് വർക്ക് ചെയ്യുന്നു ലേൺവൈസിൽ. നിങ്ങളെ പലവരെയും ഞാൻ മെന്റർ ചെയ്തിട്ടുണ്ടാകും ഫസ്റ്റ് ഇയർ ആയിട്ട്. നിങ്ങൾ എന്റെ സ്റ്റുഡൻസ് ഒരുപാട് ഉണ്ടാവും ഇപ്പോൾ ജോയിൻ ചെയ്ത്. അതുപോലെ തന്നെ നിങ്ങളുടെ മെന്റേഴ്സ് ആയിട്ടുള്ള സുനീറ മാം ഉണ്ട് ഇവിടെ, അക്ഷര മാം ഉണ്ട് ഇവിടെ, ഹന മാം ഉണ്ട് ഇവിടെ. എല്ലാ നിങ്ങളുടെ മെന്റേഴ്സും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു സെഷൻ വെച്ചത് നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിനെ കുറിച്ച് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടും റീ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് കേട്ടോ. അപ്പൊ കോഴ്സ് വർക്ക്, സ്റ്റഡി സ്ട്രാറ്റജീസ്, അതുപോലെ ഇഗ്നോ റീ രജിസ്ട്രേഷൻ എങ്ങനെയാണ് നടത്തേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും സെക്കൻഡ് ഇയറിന്റെ സിലബസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെക്കുറിച്ച് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടുമാണ് നമ്മളിവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് സെഷൻ തുടങ്ങാം. സോ ആദ്യം തന്നെ നമുക്ക് സെക്കൻഡ് ഇയർ റീ രജിസ്ട്രേഷന്റെ കാര്യം പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പോൾ നിങ്ങളിപ്പോ ഫസ്റ്റ് ഇയർ എക്സാം എഴുതിയവരുണ്ടാവും, ഫസ്റ്റ് ഇയർ എക്സാം എഴുതാതെ ജൂണിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും അല്ലെ. എല്ലാ തരത്തിൽപ്പെട്ടവരും ഈ ഒരു മീറ്റിംഗിൽ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സെക്കൻഡ് ഇയർ എക്സാം ഷിഫ റെക്കോർഡഡ് ആണ് കേട്ടോ. സെക്കൻഡ് ഇയർ എക്സാം എഴുതിയവരും സെക്കൻഡ് ഇയർ എക്സാം ഇനി അടുത്ത ബാച്ചിലോട്ട് എഴുതാൻ വേണ്ടി മാറ്റി വെച്ചവരും ഒരേപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇഗ്നോ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇഗ്നോ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ സെക്കൻഡ് ഇയറിൽ വീണ്ടും അഡ്മിഷൻ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്, ഒരു എൻറോൾമെന്റ് നമ്പറും പാസ്വേഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ഫസ്റ്റ് ഇയർ അഡ്മിഷൻ എടുത്ത സമയത്ത് അല്ലെ. അതുപോലെ തന്നെ നിങ്ങൾ സബ്ജക്ട് ചൂസ് ചെയ്തിട്ട് സെക്കൻഡ് ഇയറിലേക്ക് നിങ്ങൾ അഡ്മിഷൻ വീണ്ടും എടുക്കണം. എല്ലാ കൊല്ലവും ഇഗ്നോന്റെ അഡ്മിഷൻ നിങ്ങൾ എടുക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് സ്റ്റാർട്ട് ചെയ്തത് December 2 ആൻഡ് അതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് January 31 കേട്ടോ. ഈ മാസം 31 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്, വിത്തൗട്ട് ലേറ്റ് ഫീസ്. ഓക്കെ, അത് കഴിഞ്ഞ് ചിലപ്പോൾ വിത്ത് ലേറ്റ് ഫീസ്, അതായത് 500 1000 രൂപയോ ഫൈൻ പോലെ നിങ്ങൾക്ക് അടയ്ക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഡെഡ് ലൈൻ നിങ്ങൾ മനസ്സിൽ വെക്കുക, January 31 ഡെഡ് ലൈൻ വരുന്നത് കേട്ടോ. ആൻഡ് പോർട്ടലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ, onlinerr.igno.ac.in. അതാണ് പോർട്ടലിന്റെ ലിങ്ക് വരുന്നത്. ഇത് കൂടാണ്ട് നമ്മുടെ ലേൺവൈസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് റീ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട്. നിങ്ങളുടെ മെന്റേഴ്സ് ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഫോം അയച്ചെന്നുണ്ടാവും, ഒരു ടെംപ്ലേറ്റ് അയച്ചെന്നുണ്ടാവും. അതിൽ ഗൂഗിൾ ഫോംസ് ഉണ്ടാകും. ആ ഫോംസിൽ പോയി കഴിഞ്ഞ് നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, പാസ്വേഡ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലേൺവൈസിന്റെ ടീം തന്നെ നിങ്ങളെ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഫോം ഫിൽ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് മെന്റേഴ്സിന്റെ അടുത്ത് ഫോം അയച്ചിടാൻ പറയാം, എന്നിട്ട് ഫില്ല് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ രണ്ടാമത്തതായി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എലക്ടീവ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഫസ്റ്റ് ഇയറിലെ എലക്ടീവ്സ് ലേൺവൈസിലാകെ 2 ഉണ്ടായിരുന്നുള്ളൂ അല്ലെ, അതായത് ഇന്ത്യൻ സൊസൈറ്റിയും ജെൻഡർ സെൻസിറ്റൈസേഷൻ. അപ്പൊ നമുക്കത് രജിസ്റ്റർ ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷെ സെക്കൻഡ് ഇയർ അങ്ങനെയല്ല. സ്റ്റഡി സെന്റർ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുണ്ട് എലക്ടീവ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ JDT അല്ലെങ്കിൽ വടകരന്റെ അണ്ടറിലുള്ള സെന്റർ ആണെങ്കിലും, അതുപോലെ കലൂരിന്റെ അണ്ടറിലുള്ള സെന്റേഴ്സ് ആണെങ്കിലും അവർ പറയുന്നുണ്ട് ഇന്ന സബ്ജക്ട്സ് മാത്രം എലക്ടീവ്സ് ചൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ലിസ്റ്റ് ഓഫ് എലക്ടീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ റീചെക്ക് ചെയ്യുക, റീകൺഫേം ചെയ്യുക, ആ എലക്ടീവ്സ് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ മെന്ററുമായിട്ട് റീകൺഫേം ചെയ്യുക. എന്നിട്ട് മാത്രം നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം നിങ്ങൾ സ്റ്റഡി സെന്റർ പ്രൊവൈഡ് ചെയ്യാത്ത എലക്ടീവ്സ് എടുത്തു എന്നുണ്ടെങ്കിൽ അത് പിന്നെ കറക്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് സ്റ്റഡി സെന്റർ ഓൾറെഡി നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ടാവും, അത് കറക്റ്റ് ചെയ്യാൻ
വേണ്ടി അവർ ഡൽഹിയിലേക്ക് അയക്കേണ്ടി വരും. പിന്നെ റിസൾട്ട് ഒക്കെ കുറച്ച് വൈകിട്ടായിരിക്കും വരിക. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൾറെഡി ലേൺ വൈസ് പ്രൊവൈഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് എലക്റ്റീവ് ഡീറ്റെയിൽസ് നമ്മൾ മെന്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് സ്റ്റഡി സെന്റർ ഏതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് റീകൺഫേം ചെയ്യുക, റീചെക്ക് ചെയ്യുക. എന്നിട്ട് മെന്ററിന്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം അഡ്മിഷൻ എടുക്കുക, രജിസ്ട്രേഷൻ ചെയ്യുക കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും അത് രജിസ്ട്രേഷന് മുമ്പ് മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലുള്ള പ്രോസസ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഒറ്റയ്ക്ക് ചെയ്യുകയാണ്, നിങ്ങൾക്ക് ലേൺ വൈസിന്റെ ഹെൽപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇഗ്നോർ രജിസ്ട്രേഷന്റെ പോർട്ടലിൽ പോവുക, നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. അതിൽ കോഴ്സസ്, അതായത് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് 10 സബ്ജക്റ്റ് ആണുള്ളത് അല്ലെ. 10 സബ്ജക്റ്റിൽ 4 എലക്ടീവ്സും 6 കോർ പേപ്പേഴ്സും ആണ് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ എലക്ടീവ്സ് ചൂസ് ചെയ്യുക. കോർ പേപ്പേഴ്സ് ഓൾറെഡി നമുക്ക് എല്ലാവർക്കും സെയിം ആയിരിക്കും. എലക്ടീവ്സ് മാത്രം അതത് സ്റ്റഡി സെന്റർ സെലക്ട് ചെയ്തിട്ടുള്ള എലക്ടീവ്സും ലേൺ വൈസിലുള്ള എലക്ടീവ്സും തമ്മിൽ നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് റീ രജിസ്ട്രേഷൻ ഫീ അടച്ചു കഴിഞ്ഞാൽ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, റെസിപ്റ്റ്. അത് ഡൗൺലോഡ് ചെയ്തിട്ട് സേവ് ചെയ്യുക കേട്ടോ. സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ സമർത്ഥത്തിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ റീ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കിട്ടും, ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എടുത്തതെന്നുള്ളത്. അതുകൂടാണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ വന്ന പോലെ തന്നെ സെക്കൻഡ് ഇയർ റീ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, കൺഫർമേഷൻ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു മെയിൽ നിങ്ങൾക്ക് കിട്ടും. അതിൽ സബ്ജക്റ്റിന്റെ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ്. അതുപോലെ തന്നെ നിങ്ങളുടെ മെന്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം റീ രജിസ്ട്രേഷൻ ചെയ്യുക. സബ്ജക്റ്റിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ലേൺ വൈസിന്റെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റീ രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്കിന്റെ നമ്പർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. 8714624237. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ചാറ്റ് ബോക്സിൽ ഈ നമ്പർ ഇടുന്നുണ്ടാവും കേട്ടോ. അപ്പോ ഈ നമ്പർ നമുക്ക് സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇനി ഇല്ലാതെ സേവ് ചെയ്യാൻ താല്പര്യമില്ല, മെന്ററായിട്ട് കണക്ട് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്ററെ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡന്റ് സക്സസ് മെന്ററിനെ ആരെ വേണമെങ്കിലും എസിനെ ആരെ വേണമെങ്കിലും കണക്ട് ചെയ്യാൻ അവർ ഹെൽപ്പ് ചെയ്യും. ഇല്ല നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. റീ രജിസ്ട്രേഷൻ എന്തെങ്കിലും റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ സെഷൻ തുടങ്ങാം. സെഷന്റെ ഓവർവ്യൂ ആദ്യം നോക്കാം. ഓക്കെ, സോ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഴ്സ് വർക്കിനെ കുറിച്ചാണ്. സെക്കൻഡ് ഇയറിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല, കാരണം ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഓറിയന്റേഷൻ എടുത്തു തരുന്നുണ്ട്, എല്ലാ സബ്ജക്ട്സും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ഒരു ഓറിയന്റേഷൻ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സബ്ജക്റ്റിലേക്ക് പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു സ്നീക്ക് പീക്ക് തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ സ്റ്റഡി പ്ലാനിങ്ങിലുള്ള സ്ട്രാറ്റജീസ്, അതുപോലെ തന്നെ ലേൺ വൈസിന്റെ ഫീച്ചേഴ്സ്, ഇഗ്നോ ലേണേഴ്സിന് ലേൺ വൈസ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എക്കോസിസ്റ്റം എങ്ങനെയാണ് നമ്മുടെ എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ റെഫർ എ ഫ്രണ്ട് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട് ലേൺ വൈസിന്റെ, അതിനെ കുറിച്ച് നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കാം. ആസ് വെൽ ആസ് എക്സാം എക്സ്പീരിയൻസ്. ഒരു സെഷനിൽ ഒരുപാട് പേര് എഴുതിയവരുണ്ട്, എഴുതാത്തവരുണ്ട് അല്ലെ. സോ എക്സാം എഴുതിയവരുടെ അടുത്ത് നമുക്ക് എക്സ്പീരിയൻസ് എന്താണെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇനി ജൂൺ സെക്ഷനിലെ എക്സാം എഴുതുന്നവർക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും പഠിക്കാൻ എക്സാം എഴുതാനായിട്ട് അല്ലെ. സോ അപ്പൊ നമുക്ക് എക്സാം എക്സ്പീരിയൻസസ് കേൾക്കാം സ്റ്റുഡൻസിന്റെ. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാവുന്നതുമാണ്. സോ ഇത്രയുമാണ് ഇന്ന് ഈ ഒരു സെഷന്റെ ഉദ്ദേശം. സോ നമുക്ക് കോഴ്സസിനെ കുറിച്ച് ഓവർവ്യൂ തരാനായിട്ട് നിങ്ങളുടെ എല്ലാം സുനീറ മാമിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. സുനീറ, ഓവർ ടു യു. താങ്ക് യു വൈഷ്ണവി മാം. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ സുനീറ. നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും എക്സാം ഒക്കെ കഴിഞ്ഞൊന്ന് ആശ്വാസത്തിലിരിക്കുന്ന ദിവസമായിരിക്കും അല്ലെ. അപ്പൊ ഇന്ന് തന്നെ ചൂടോടെ നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ ഡീറ്റെയിൽസും റീ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ നിങ്ങൾ ആ ചൂടിൽ തന്നെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്ന് തന്നെ വെച്ചിട്ടുള്ളത്. അപ്പൊ റീ രജിസ്ട്രേഷനും കഴിഞ്ഞ് നമ്മുടെ കോഴ്സസും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ട് ഒരു കുഞ്ഞു ബ്രേക്ക് എടുക്കാം അല്ലെ. അപ്പൊ നമുക്ക് കോഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോവാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താണ് കോഴ്സസ്, നമ്മുടെ സെക്കൻഡ് ഇയറിന്റെ കോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയറിൽ 8 പേപ്പറാണ് നിങ്ങൾ മെയിൻ പേപ്പേഴ്സ് ആയിട്ട്
അതായത് പ്രാക്ടിക്കലിനല്ലാതെ തിയറി പേപ്പർ ആയിട്ട് പഠിച്ചത് 8 പേപ്പേഴ്സ് ആയിരുന്നു. അതിൽ 4 നിങ്ങളുടെ കോർ കോഴ്സും 4 ഇലക്ടീവ്സും അങ്ങനെയാണ് വന്നത്. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ ടോട്ടൽ 10 സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ചും കൂടെ കൂടുതലുണ്ട്. ഓക്കെ, 2 എക്സ്ട്രാ കോർ സബ്ജക്ട്സ് നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു കോഴ്സിന്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയറിൽ പഠിച്ചത് ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സ് ആണ് അല്ലെ. ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, ബയോ സൈക്കോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് 1 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഫൗണ്ടേഷണൽ കോഴ്സസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ, കുറച്ചും കൂടെ ഒരു എക്സ്ട്രാ കോൺസെപ്റ്റ്സ്, സൈക്കോളജിയുടെ കോൺസെപ്റ്റ്സ് ആഡ് ചെയ്യാന്നുള്ളതാണ് ശരിക്കും അതിന്റെ ഫസ്റ്റത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ചുകൂടെ നമ്മൾ എക്സ്ട്രാ ഫീൽഡ് ഓഫ് സൈക്കോളജിയിൽ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു നോളജ് കൂടെ നമുക്ക് കിട്ടും. ലൈക്ക് റിസർച്ച് മെത്തേഡ്സ്, നമ്മൾ സ്റ്റാറ്റി ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടാവും എന്തിനാണ് സ്റ്റാറ്റി അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ ഒരു ആൻസർ കൂടെ നമ്മൾ സെക്കൻഡ് ഇയർ നിന്നാണ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ റിസർച്ച് മെത്തേഡ്സ് ഇൻ സൈക്കോളജി ഒക്കെ പോലെയുള്ള കുറച്ച് എക്സ്ട്രാ ഫീൽഡ് കൂടെ നമ്മൾ ഈ വർഷം പഠിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ റിസർച്ച് സ്കിൽസും ക്രിട്ടിക്കൽ തിങ്കിങ്ങും അല്ലെ. നമ്മൾ സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പോയിന്റ് ആണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങും റിസർച്ച് സ്കിൽസ് എന്നൊക്കെ പറയും. അതായത് നമ്മൾ കുറച്ചുകൂടെ ഹ്യൂമൻ ബിഹേവിയറും മൈൻഡിലും ഒക്കെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അല്ലെ. കുറച്ച് ബാക്കിയുള്ള സബ്ജക്ട്സിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമാക്കുന്ന അതാണ്. നമ്മൾ ഈ മൊത്തം ജനങ്ങളുടെയും അല്ലെങ്കിൽ നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ ക്ലയന്റിന്റെയും ബിഹേവിയറിലാണ് ഫോക്കസ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള റിസർച്ച് സ്കിൽസും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ട്രെങ്തൻ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം കൂടെ നമുക്ക് സെക്കൻഡ് ഇയറിലെ പേപ്പേഴ്സിന് വരുന്നുണ്ട്. ഓക്കെ, കോഴ്സ് ലിസ്റ്റ് ആണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അയ്യോ, ഇത് ഒരുപാട് കണ്ടിട്ട് പേടിക്കണ്ട. ഇതിന്റെ കൂടെ നമ്മളെ ഇലക്ടീവ് പേപ്പേഴ്സ് കുറച്ച് അധികം ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട്. അപ്പൊ ആദ്യം നമുക്ക് വരുന്നത് നമ്മുടെ കോർ പേപ്പേഴ്സ് ആയിട്ടുള്ള 6 ഒന്ന് സൈക്കോളജിക്കൽ റിസർച്ച്, 2 ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട്, പിന്നെ സോഷ്യൽ സൈക്കോളജി, 4 സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് 2 ഡെവലപ്മെന്റൽ സൈക്കോളജി, അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഇത്ര 6 നമുക്ക് നമ്മുടെ മെയിൻ കോർ പേപ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി ബാക്കി കൊടുത്തിട്ടുള്ളതൊക്കെ ഇതൊക്കെ നമ്മുടെ ലേൺ വൈസിൽ കൊടുത്തിട്ടുള്ള ഇലക്ടീവ്സ് ആണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, അക്കാഡമിക് റൈറ്റിംഗ് ആൻഡ് കോമ്പോസിഷൻ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഇന്റലിജൻസ്, മാനേജിംഗ് സ്ട്രെസ്, ഇ ഗവേണൻസ്, സ്കൂൾ സൈക്കോളജി, ലോജിസ്റ്റിക് മാനേജ്മെന്റ്, റൈറ്റിംഗ് ആൻഡ് സ്റ്റഡി സ്കിൽസ്. അപ്പൊ ഇത്രയും പേപ്പേഴ്സ്, ഇത്രയും ഇലക്ടീവ് പേപ്പേഴ്സ് നേരത്തെ വൈഷ്ണവി മാം പറഞ്ഞിരുന്നു, നിങ്ങൾ റീ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പേപ്പേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടെ നിങ്ങളൊന്ന് റീചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ലിസ്റ്റ്. ഈ വർഷം മുതൽ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞ വർഷം കിട്ടിയിരുന്ന പോലെ എല്ലാ സർവീസസും അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ലിസ്റ്റാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി കുറച്ച് സബ്ജക്ട്സ് ഉണ്ട് ഇലക്ടീവ് പേപ്പേഴ്സിൽ വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇനി കാണാൻ പോകുന്നത് മാനേജിംഗ് ഹ്യൂമൻ റിസോഴ്സസ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ, ടൂറിസം ആന്ത്രോപോളജി, ഡെവലപ്പിംഗ് ഇമോഷണൽ കോമ്പിറ്റൻസ്, ലൈഫ് സ്കിൽസ്, റീതിങ്കിങ് ഡെവലപ്മെന്റ്, പബ്ലിക് ഹെൽത്ത് ആൻഡ് എപ്പിഡമോളജി, ഡാറ്റ അനാലിസിസ്, application of social psychology, basis of hydrology, creative writing. ഇത്രയും പേപ്പേഴ്സിന്റെ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ലൈവ് സെഷൻസും കാര്യങ്ങളും ഒന്നും ഇതിൽ കിട്ടുന്നുണ്ടാവില്ല. പകരം അസൈൻമെന്റിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡഡ് ആയിരിക്കും. അപ്പോൾ ആദ്യം പറഞ്ഞ ലിസ്റ്റിലുള്ള സബ്ജക്ട്സിൽ നിങ്ങൾക്കെല്ലാം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്കിപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി ജെൻഡർ സെൻസിറ്റൈസേഷൻ ഒക്കെ കിട്ടി, അതേപോലെ തന്നെ മെയിൻ ക്ലാസ്സസും ലൈവ് റിവിഷൻ സെഷൻസും ഒക്കെ അസൈൻമെന്റ് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇത്രയും പേപ്പേഴ്സിൽ കിട്ടും. പക്ഷെ രണ്ടാമത് പറഞ്ഞ ലിസ്റ്റിൽ മെറ്റീരിയൽസ് മാത്രമായിരിക്കും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും.
ഓക്കെ, നമുക്ക് ലൈവ് സെഷൻസോ അങ്ങനെയുള്ള സപ്പോർട്ടൊന്നും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിനനുസരിച്ച് നിങ്ങൾ നമ്മുടെ പേപ്പേഴ്സ്, നിങ്ങളുടെ ഇലക്റ്റീവ് പേപ്പേഴ്സ് ചൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കോർ പേപ്പേഴ്സിന്റെ ഹൈലൈറ്റ്സ് ഒന്ന് എടുത്തു നോക്കാം. എന്തൊക്കെയാണ് ഈ പുതിയ പേപ്പേഴ്സിൽ പറയുന്നത്? ഒന്നാമത്തത് സൈക്കോളജിക്കൽ റിസർച്ച് ആണ്, BPCC 105. നമ്മൾ 101 മുതൽ 104 വരെയാണ് ഫസ്റ്റ് ഇയറിൽ പഠിച്ചത്. ഇപ്പോൾ 105 മുതലാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ 105 സൈക്കോളജിക്കൽ റിസർച്ച് ആണ്. അപ്പൊ അതിന്റെ ഒരു ഫോക്കസ് എന്ന് വെച്ചാൽ സയന്റിഫിക് ഓർ എംപിരിക്കൽ മെത്തേഡ് ഇൻ ബിഹേവിയർ റിസർച്ച്, ഡേറ്റ കളക്ഷൻ, സാമ്പിളിംഗ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നമ്മുടെ സൈക്കോളജിയിൽ എന്തൊരു കോൺസെപ്റ്റ് ആണെങ്കിലും, ഒരു തിയറി ആണെങ്കിലും, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ഏതൊരു തെറാപ്യൂട്ടിക് മെത്തേഡ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, കണ്ടുപിടിക്കപ്പെടുന്നത് റിസർച്ചിലൂടെയാണ്. അപ്പൊ നമ്മുടെ ഒരു റിസർച്ചിന് പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യരിലെ സ്വഭാവങ്ങളെ പഠിച്ചിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ വളരെ വളരെ എന്താ പറയുക, കുറച്ചും കൂടെ കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം റിസർച്ചിൽ, കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഹ്യൂമൻ മൈൻഡ് ആണ്, ഹ്യൂമൻ ബിഹേവിയർ ആണ് അല്ലെ. അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്, എങ്ങനെയാണ് ഡേറ്റാസ് കളക്ട് ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്ന ആളുകളെ സെലക്ട് ചെയ്യുന്നത്, എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും സൈക്കോളജിക്കൽ റിസർച്ചിൽ നമ്മൾ പഠിക്കുന്നുണ്ടാവും. അപ്പൊ ഏറ്റവും ബേസിസ് ഓഫ് റിസർച്ച് മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ റിസർച്ച് ബേസ്ഡ് കരിയർ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും കൂടെ ഈ ഒരു പേപ്പറിന്റെ പ്രത്യേകത. ഓക്കെ, ഇനി രണ്ടാമത്തെ പേപ്പർ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് ആണ്. അപ്പൊ നമ്മുടെ സൈക്കോളജിയുടെ കുറെ തിയറീസും സ്കൂൾസ് ഓഫ് സൈക്കോളജി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞ വർഷമൊക്കെ ബിഹേവിയറിസം, പിന്നെ ഫ്രോയിഡിന്റെ കുറെ തിയറീസ്, അതുപോലെ സ്ട്രക്ചറലിസം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇതിന്റെയൊക്കെ ഒരു എവല്യൂഷൻ എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നിലയിലുള്ള ഒരു സൈക്കോളജിയിലേക്ക് എത്തി നിൽക്കുന്നത്, ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു സയന്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്ന സൈക്കോളജിയിലേക്ക് എത്തിയ കുറെ കാര്യങ്ങളും അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ പഠിക്കുന്ന ഒരു ഫീൽഡിന്റെ റൂട്ട് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് BPCC 106, ദാറ്റ് ഇസ് ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് എന്ന് പറയുന്ന ഒരു പേപ്പർ. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് 107 ആണ്, സോഷ്യൽ സൈക്കോളജി. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. പഠിക്കാൻ നല്ല രസമുള്ള ഒരു പേപ്പറാണ്. കാരണം സൊസൈറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്, മറ്റുള്ള ആളുകൾ, അതുപോലെ നമ്മുടെയും ബിഹേവിയറും മറ്റുള്ള ആളുകളുടെ ബിഹേവിയറും ഒരേ സമയത്ത് പഠിക്കുന്ന ഒന്നാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവെ പറയും ഹ്യൂമൻ ബീയിങ് ആസ് എ സോഷ്യൽ ആനിമൽ എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ നമ്മളൊരു സോഷ്യൽ ആനിമൽ ആയിട്ട്, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ നടുവിൽ നിൽക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരാൾ സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യുന്നതിന്റെ റീസൺസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള സൊസൈറ്റിയും നമ്മളുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ബിഹേവിയൻസിനെ പഠിക്കുന്ന ഒരു പേപ്പറാണ് സോഷ്യൽ സൈക്കോളജി. ഓക്കെ, അപ്പൊ ഈ കരിയർ കൗൺസിലിംഗിലും HR അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ നമുക്ക് കരിയർ ബേസ്ഡ് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പേപ്പറാണ് സോഷ്യൽ സൈക്കോളജി. അതിന്റെ കൂടെ തന്നെ രസമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗോടുകൂടെ പഠിച്ചു പോകാനും ഇത് പറ്റും. ഓക്കെ, ഇനി അടുത്തത് 108 ആണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് പാർട്ട് 2. അപ്പം സ്റ്റാറ്റിയോടുള്ള പേടി എല്ലാവർക്കും പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു എക്സാം കഴിഞ്ഞതോടുകൂടെ അല്ലെ. എല്ലാവർക്കും സ്റ്റാറ്റി അയ്യോ മാത്സ് എന്നുള്ളൊരു സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. എക്സാമോടുകൂടെ ഇപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു റിവ്യൂ അനുസരിച്ച് ആ പേടിയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ സ്റ്റാറ്റി. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മൾ സെക്കൻഡ് ഇയറിലെ സ്റ്റാറ്റിയിൽ പഠിക്കുന്നുണ്ടാവും. കുറച്ചുകൂടി ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അല്ലെ, പാരാമെട്രിക് ഓർ നോൺ പാരാമെട്രിക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, കഴിഞ്ഞ വർഷം പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ കുറച്ചും കൂടെ നിങ്ങളുടെ ഫസ്റ്റ് പേപ്പറിൽ പറഞ്ഞ റിസർച്ച് മെത്തേഡ്സ് എന്ന് പറഞ്ഞ പേപ്പറിന്റെ ഒരു ആപ്ലിക്കേഷൻ, അതിൽ ലാസ്റ്റ് ഒരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അതിൽ റിസൾട്ട് വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ സ്റ്റാറ്റി 108 നമ്മൾ പഠിക്കുന്നുണ്ടാവും. ഇനി അടുത്തത് ഡെവലപ്മെന്റൽ സൈക്കോളജിയാണ്, 109 ഡെവലപ്മെന്റൽ സൈക്കോളജി. ഇതും നമുക്ക് കുറെ നമ്മുടെ ചുറ്റുവട്ടമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് DP അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. അതായത് ഒരു ഹ്യൂമൻ ഗ്രോത്ത്, ഒരു ഹ്യൂമൻ ബീയിങ് നമ്മുടെ ഒരു അമ്മയുടെ വയറ്റിൽ ജനിക്കുക എന്ന് പറയും അല്ലെ. ഒരു അമ്മയുടെ ഒരു യൂട്രസിനകത്ത് ജനിക്കുന്ന ആ ഒരു നിമിഷം മുതൽ, ആ ഒരു മൊമെന്റ് മുതൽ ഒരാളുടെ മരണം വരെയുള്ള ഒരു ഡെത്ത് വരെയുള്ള ആളുകളുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസിനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ ഇടയിൽ വരുന്ന നമുക്കുണ്ടാവുന്ന ഫിസിക്കൽ ഗ്രോത്ത്, സൈക്കോളജിക്കൽ ഗ്രോത്ത്, സോഷ്യൽ ഗ്രോത്ത്, കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ്, അങ്ങനെ എല്ലാ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റും നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യാം. ഞാനിപ്പോ ഈ ഒരു സ്റ്റേജിലാണല്ലോ, എന്റെ കുഞ്ഞിപ്പോ ഈ സ്റ്റേജിലാണല്ലോ, എന്റെ അമ്മ ഇപ്പൊ ആ സ്റ്റേജിലാണല്ലോ, ഇങ്ങനെ ഓരോന്ന് കണക്ട് ചെയ്തിട്ട് ഓരോ ബിഹേവിയറിനെയും കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണ് DP. ഓക്കെ,
ഇനി അടുത്ത് വരുന്നത് BPCC 110, ദാറ്റ് ഈസ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. നേരത്തെ നമ്മൾ സോഷ്യൽ സൈക്കോളജി പഠിച്ചിട്ടുണ്ട് അല്ലെ? അതായത് എന്താണ് ഗ്രൂപ്പിലുള്ള ബിഹേവിയർ, സോഷ്യൽ ആറ്റിറ്റ്യൂഡ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ സൈക്കോളജിയാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നും കൂടെ നമുക്ക് NGOസിലും പബ്ലിക് ഹെൽത്ത്, മാർക്കറ്റിംഗ് അതേപോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുറച്ചുകൂടെ ഒരു നമ്മുടെ സ്കില്ലിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേപ്പർ കൂടിയാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇതും നേരത്തെ പറഞ്ഞ പോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, സോഷ്യൽ സൈക്കോളജിയെ പോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ കോർ പേപ്പേഴ്സ്. അത് 105 മുതൽ 110 വരെയുള്ള 6 പേപ്പേഴ്സ് ആണ് കോർ പേപ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് 6 കോർ പേപ്പേഴ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്ന 4 ഇലക്റ്റീവ് പേപ്പേഴ്സ് ആണ്. അതിൽ നിങ്ങൾ ഇനി റീ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിനെ കണക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഓൾറെഡി നമ്മൾ റീ രജിസ്ട്രേഷൻ ചെയ്ത പലരും, മിക്ക ആൾക്കാരും നമ്മളെടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കൺഫ്യൂഷൻ ഏതെങ്കിലും പേപ്പേഴ്സിനെ പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മെന്റേഴ്സിനെ കണക്ട് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഫൈനൽ ചെയ്യുക. ഓക്കെ, ഇനി നമുക്കൊരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ നോക്കാം. അപ്പൊ നമ്മുടെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതോടുകൂടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, പഠിക്കാതെ രക്ഷയില്ല. വെറുതെ ഡിസ്റ്റൻസ് ആണ് എന്നൊക്കെ വിചാരിച്ചിട്ട് വെറുതെ പോയിട്ട് എക്സാം എഴുതിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരു എക്സാം അറ്റൻഡ് ചെയ്തതോടുകൂടെ മനസ്സിലായിട്ടുണ്ടാവും. പലരും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ നോക്കിയിരുന്നെങ്കിൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റുമായിരുന്നു എന്നൊക്കെ. അപ്പൊ അങ്ങനെ അത് നമുക്കൊരു പാഠമാണ് അല്ലെ? ആദ്യത്തെ ഒരു എക്സാം നമുക്കൊരു പാഠം തന്നെയാണ്. നമ്മൾ എത്രയൊക്കെ പറഞ്ഞു തന്നാലും ആരെത്ര ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടും കാര്യമില്ല. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാതെ നമുക്കത് മനസ്സിലാവില്ല. അപ്പൊ അതിൽ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ പിഴവുകളും കാര്യങ്ങളും ഒക്കെ തിരുത്തി കുറച്ചുകൂടെ നല്ല രീതിയിൽ സെക്കൻഡ് ഇയറിനെ എത്തിപ്പിടിക്കാനുള്ള കുറച്ച് പ്ലാനിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ആദ്യം നമുക്ക് എക്സാം ആൻഡ് അസൈൻമെന്റ് ഡെഡ്ലൈൻസ് ആണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അത് അസൈൻമെന്റിന്റെ കാര്യം ഇനി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടി വരില്ല എന്ന് എനിക്ക് അറിയാം. കാരണം കഴിഞ്ഞ വർഷം നിങ്ങൾ എത്രത്തോളം അതിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അസൈൻമെന്റിന്റെ കാര്യത്തിൽ നമുക്ക് തുടക്കത്തില്, ഇപ്പോൾ നിങ്ങൾ ജാനുവരി ബാച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് വരുന്നത് അസൈൻമെന്റ് ഓൾറെഡി റിലീസ്ഡ് ആയിരിക്കും. ജൂലൈയിലാണ് പുതിയ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ റിലീസ് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ള അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ആൻസർ ഗൈഡ് ബുക്സ് ഉണ്ടാവും. അപ്പൊ ഏറ്റവും ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അസൈൻമെന്റ് ഒരു ഭാഗത്ത് കൂടെ കൊണ്ടുപോകുന്ന രീതിയിൽ ചെയ്യും. ഓക്കെ, നമ്മളിപ്പോ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് ആദ്യം ഒരു സബ്ജക്റ്റിന്റെ ഫസ്റ്റ് ബ്ലോക്ക് കവർ ചെയ്യുന്നു. അതിനുശേഷം 2-3 ദിവസം നമ്മളൊരു ഗ്യാപ്പ് വെച്ചിട്ടാണ്, അതായത് ലൈവ് റിവിഷൻ സെഷന് വേണ്ടി ഗ്യാപ്പ് വെച്ചിട്ടാണ് അടുത്ത ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ ലൈവ് രാത്രി ഒരു 1 hour മാത്രമേ നമുക്ക് ലൈവ് വരുന്നുള്ളൂ അല്ലെ? ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അസൈൻമെന്റിന് കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അസൈൻമെന്റ് 10 എഴുതാനുണ്ട്. അത് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിൽ വെക്കണം. അത് കറക്റ്റ് ഡെഡ്ലൈൻസിന് മുന്നേ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? എക്സാം ഇതേ സമയത്തായിരിക്കും നടക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഇപ്പൊ ഫസ്റ്റ് ഇയറിന്റെ കഴിഞ്ഞ അതേ സമയത്ത് തന്നെയാണ് എക്സാം ഡേറ്റും അസൈൻമെന്റ് ഡേറ്റും ഒക്കെ വരുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആണ്, എല്ലാവർക്കും എല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് നേരത്തെ തന്നെ അത് ആ ഒരു ഡെഡ്ലൈൻ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ശ്രമം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വരുന്ന മറ്റൊന്ന് നമ്മുടെ കോഴ്സ് വർക്ക്സ് ആണ്. അപ്പം ഫസ്റ്റ് ഇയറിലുള്ള അതേപോലെ തന്നെയാണ് നമ്മുടെ ടൈം ടേബിൾ വരുന്നത്. 5 എണ്ണം. ആദ്യം നമുക്ക് ഫസ്റ്റ് ഇയറിൽ 4-4 എന്നുള്ള രീതിയിൽ സെമസ്റ്റർ പോലെയാണ് തിരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ടൈം ടേബിൾ 5-5 എന്നുള്ള രീതിയിലാണ് വരുന്നത്. 5 പേപ്പർ ആദ്യത്തെ സെമ്മിലും 5 പേപ്പർ രണ്ടാമത്തെ സെമ്മിലും ആയിരിക്കും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക. അതിന്റെ കൂടെ തന്നെ നിങ്ങളും പോവുക. പക്ഷെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു മാനേജബിൾ ഗോൾസിലേക്ക് എത്തണം. അതായത് നമുക്കിപ്പോൾ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ ക്ലാസ് എടുത്ത് പോകുന്നു, നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്നു, നിങ്ങൾ അത് കണ്ടുപോകുന്നു, ലൈവ് അറ്റൻഡ് ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു റിവിഷൻ കൂടെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കുറച്ചൊന്നും ഇപ്പൊ തന്നെ പഠിച്ചു പോകുന്ന രീതിയിൽ കുറച്ചായിട്ട് പഠിച്ചു പോകുമ്പോൾ എക്സാം അടുപ്പിച്ച് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അല്ലെ? റിവിഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീക്കിൽ എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മന്തിൽ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്ലാൻ ഇപ്പോഴല്ല ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പൊ ഞാൻ ആ പ്ലാനിനെ പറ്റി അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള പ്ലാനിങ് കൂടെ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ബാക്ക്വേർഡ് പ്ലാനിങ് നമ്മൾ നിർബന്ധമായിട്ടും സെക്കൻഡ് ഇയറിൽ പ്രത്യേകിച്ചും ഇത്രയും പേപ്പേഴ്സ് ഉള്ളത് കൊണ്ടാണ് ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒന്നും കൂടെ സ്ട്രെസ് ചെയ്ത് പറയുന്നത് കേട്ടോ. 10 പേപ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല, ഭയങ്കര കഷ്ടപ്പെടുത്തുന്ന പേപ്പേഴ്സ് ഒന്നും അല്ല, എളുപ്പമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെയാണ്. എന്നാലും പഠിക്കാനുള്ളത് കൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു പ്ലാൻ വെക്കണം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് ആൻഡ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഒരു സ്റ്റഡി ഷെഡ്യൂൾ ചെയ്യുന്നതിനാണെങ്കിലും അതേ അസൈൻമെന്റ് എഴുതുന്ന കാര്യത്തിലാണെങ്കിലും ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? അപ്പൊ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്താൽ മതി.
എന്നാലും മതി. ആ ഒരു ടൈം ടേബിൾ മാത്രം ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ടൈം ഉണ്ട് അല്ലേ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു പിന്നെ ഈ ലൈവ് സെഷന്റെ ഗ്യാപ്പ് ഉണ്ടല്ലോ, 2-3 ദിവസത്തെ ലൈവ് സെഷന്റെ ഗ്യാപ്പ് ഉണ്ട്. ആ സമയം നിങ്ങൾ ലൈവിൽ കയറി ലൈവായിട്ട് തന്നെ കാണുക. പക്ഷെ അതിന്റെ ബാക്കിയുള്ള സമയം അസൈൻമെന്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പഠിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നോട്ടോ കാര്യങ്ങൾ എഴുതി നോക്കട്ടെ, ഇങ്ങനെയുള്ള തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയൻസ്, ഒരു ഷെഡ്യൂളും ഒരു ടൈം ടേബിളും നിങ്ങൾ ഉറപ്പിച്ചു വെക്കണം. അത് കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോവുകയും ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ ലാസ്റ്റ് മിനിറ്റിന്റെ ആ ഒരു മണ്ടിപ്പാച്ചിൽ എന്ന് പറയില്ലേ, നമ്മള് ആ ഒരു എത്ര ഓട്ടപ്പാച്ചിൽ നടത്തിയാലും എത്താത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെ ആ സമയത്ത്, എക്സാമിന്റെ തലേന്നൊക്കെ ഇരിക്കുമ്പോൾ. അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ അല്ലെങ്കിൽ ഒരു ടൈം മാനേജ്മെന്റ് ഇപ്പോഴേ ശീലിച്ചു തുടങ്ങാം. ഓക്കെ, എല്ലാ ദിവസവും ഡെയിലി പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നമുക്കൊരു ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടാവും അല്ലെ. ചിലർക്ക് ഇപ്പോ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കുന്നതായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചാലേ പഠിയൂ എന്നൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് ഇത്രയും പേപ്പേഴ്സ് നമ്മൾ ഒരേ സമയം, ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് അറിയാം 3 പേപ്പേഴ്സാണ് ഒരേ അടുപ്പിച്ചടുപ്പിച്ച് അല്ലെ, ഒറ്റ ഗ്യാപ്പ് പോലും ഇല്ലാതെ വന്നത്. സെക്കൻഡ് ഇയറിൽ അതിനേക്കാൾ കൂടുതലാണ് വരിക, കാരണം അതിനേക്കാൾ കൂടുതൽ കോർ പേപ്പേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോഴൊന്ന് വായിച്ച കാര്യങ്ങളൊക്കെ നോട്ടൊക്കെ തയ്യാറാക്കി അങ്ങനെ നല്ലൊരു രീതിയിൽ ആക്റ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമ്മുടെ എക്സാമിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അടുത്തത് സെൽഫ് കെയർ ആൻഡ് മൈൻഡ് സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ അക്കാഡമിക്കിന്റെ അതേപോലെ തന്നെ അക്കാഡമിക്സ് നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ കൂടെ സെൽഫ് കെയറും മൈൻഡ് സെറ്റും കൂടെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു ബ്രേക്ക്, അതുപോലെ എക്സസൈസ്, പിന്നെ ഹോബീസ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിലൊന്നും ഒരു കോംപ്രമൈസും വരുത്തണ്ട. അതൊക്കെ കൂടെ തന്നെ വേണം. അല്ലാതെ നിങ്ങൾക്ക് ജോലിക്കാരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും അല്ലെ, ജോലി കഴിഞ്ഞ് വരുന്നു, വീട്ടിലെത്തുന്നു, ക്ഷീണം, വീട്ടിലത്തെ കാര്യങ്ങൾ, അത് കഴിഞ്ഞ് പഠിത്തം, ഇങ്ങനെ പോയി കഴിയുമ്പോൾ നല്ലൊരു സ്ട്രെസ് നമുക്ക് വരും. അതിന്റെ ഇടയിൽ ഒരു ഇത്തിരി സമയം നമ്മുടെ ഒരു സെൽഫ് കെയറിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കുക. എപ്പോഴും ഇടയ്ക്കൊരു ബ്രേക്ക് ഒക്കെ എടുക്കാം. ഞാനിപ്പോ പൊതുവെ സ്റ്റുഡൻസിന്റെ അടുത്ത് അവര് തീരെ പറ്റുന്നില്ല മാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട്, കുഴപ്പമില്ല, ഒരു കുറച്ച് ദിവസം ബ്രേക്ക് എടുത്തോ, അല്ലെങ്കിൽ ഒരു 2 ദിവസം ഇങ്ങനെ പോയിക്കോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് സെൽഫ് കെയറിന്റെ കാര്യമാണ്. അപ്പൊ ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, ജോലിന്റെ ഒക്കെ ഇടയിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക്, അല്ലെങ്കിൽ ലൈഫിൽ പല കാര്യങ്ങളും ഉണ്ടാവും അല്ലെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ബ്രേക്ക് എടുക്കുക. അപ്പൊ അത് പിന്നീട് ആ ബ്രേക്ക് എടുത്ത ഒരു ടൈം പിന്നീട് ഒന്നും കൂടി ഒന്ന് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അതിനുള്ള സമയം നമുക്കുണ്ട് അല്ലെ, സമയത്തുണ്ട്. അത് അതിനനുസരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരുമായിട്ടെങ്കിലും ഒക്കെ ഡിസ്കസ് ചെയ്യണം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മെന്റേഴ്സിനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിവിടെ ഹാപ്പിനെസ് അംബാസിഡർ ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ഹാപ്പിനെസ് അംബാസിഡർ ഒക്കെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആക്കാനും ഭയങ്കര പോസിറ്റീവായിട്ട് മൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇനി വരുന്നത് നമ്മുടെ ഒരു എക്കോസിസ്റ്റം ആണ് അല്ലെ, ലേൺ വൈസ് എക്കോസിസ്റ്റം ആണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, എന്നാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനും കാര്യങ്ങളും നിങ്ങൾ ചെയ്തു.
എടുക്കുക. അപ്പൊ ഒന്നാമത്തത് നമ്മുടെ റെക്കോർഡഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് ആണ്. റെക്കോർഡഡ് ക്ലാസ് ഉണ്ട്, അതിന് പുറമെ നിങ്ങൾക്ക് ലൈവ് റിവിഷൻ സെഷൻസും ഉണ്ട്. VAN എന്ന് പറയുന്ന വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ട്. എക്സാം പീഡിയ ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സും ഉണ്ട് അല്ലെ. എക്സാം പീഡിയ മാത്രമല്ല, എക്സാം പീഡിയയിൽ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്, അതിന്റെ കൂടെ എക്സാമിന്റെ സ്പെഷ്യൽ ഗൈഡ്സും നിങ്ങൾക്ക് നമുക്കിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ഉണ്ട്, അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാറുള്ളതാണ്. ഇതേപോലെ തന്നെ സെക്കൻഡ് ഇയറിലും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ കിട്ടിയ അതേപോലെ തന്നെ സെക്കൻഡ് ഇയറിലും ഉണ്ടാവും. പിന്നെ വരുന്നത് PYQ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അല്ലെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ്, അതൊക്കെ നിങ്ങൾക്ക് ഇപ്രാവശ്യം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ വിശ്വസിക്കുന്നു. ഇതും സെക്കൻഡ് ഇയറിൽ ഇതേപോലെ തന്നെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ ഇനിയും നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇനി IGNOU മോഡൽ എക്സാംസ് ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം മോഡൽ എക്സാംസ് എല്ലാവരും കുറെ പേരൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പറ്റുന്ന ആൾക്കാരൊക്കെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതോടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ, എക്സാമിന് പോകുന്നതിന്റെ മുന്നേ തന്നെ ഇങ്ങനെയാണ് നമ്മുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എത്ര ടൈം എന്തിനൊക്കെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ IGNOU എക്സാം ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാവും. പിന്നെ വർക്ക് ബുക്സ് ആൻഡ് ആൻസർ ഫയൽസ്, ഹാപ്പിനെസ് അംബാസിഡർ ഉണ്ടാവും. ഓക്കെ. അപ്പൊ നമ്മുടെ മൈൻഡും ഇതേപോലെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹാപ്പിനെസ് അംബാസിഡർ സെഷൻസ് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്, ഇതാണ് നമ്മുടെ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ ആണ് ഇതൊക്കെ, അതൊക്കെ നിങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ. ഇനി നേരത്തെ വൈഷ്ണവി മാം തുടക്കത്തിൽ പറഞ്ഞിരുന്നു റെഫർ എ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് അല്ലെ. അപ്പൊ നിങ്ങളിപ്പോ ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞു, ഫസ്റ്റ് ഇയറിലെ എക്സാം ഒക്കെ എഴുതി സെക്കൻഡ് ഇയറിലേക്ക് എത്തി നിൽക്കണം. അപ്പൊ നിങ്ങൾക്ക് അറിയാം ലേൺ വൈസിൽ എന്തൊക്കെ സൗകര്യങ്ങൾ അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങളെ അത് എക്സാമിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പഠിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ ഇതേപോലെ നിങ്ങളുടെ ആരെങ്കിലും പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിട്ടോ ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് IGNOയിൽ പഠിക്കുന്നുണ്ടെങ്കിൽ, IGNOയിൽ സൈക്കോളജി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സബ്ജക്ട്സ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിന് നമ്മുടെ ലേൺ വൈസിനെ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൂടെ അതൊരു പാലിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെയാണല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കും ഒരു ചെറിയൊരു ഏണിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൂടെ നമ്മൾ പറയാം. ഫസ്റ്റ് ഒരു എൻറോൾഡ് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ റെഫർ ചെയ്യുക, എന്നിട്ട് ഫ്രണ്ട് രജിസ്റ്റർ ചെയ്യുന്നു, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ അങ്ങോട്ട് കിട്ടുന്ന ഒരു റിവാർഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, നേരത്തെ പറഞ്ഞ നമ്മുടെ ലേൺ വൈസ് കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവിനെ, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ മെന്റേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ ജസ്റ്റ് മെന്റേഴ്സിന്റെ അടുത്ത് റെഫർ ചെയ്ത് പറഞ്ഞാലും മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് പരിചയം ഉണ്ടെങ്കിൽ അവരെ ആയിട്ട് കണക്ട് ചെയ്താലും മതി. നിങ്ങൾക്ക് അങ്ങനെ റെഫർ ചെയ്തിട്ട് ഒരു ചെറിയ റിവാർഡൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഏൺ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത് ഒരു പുതിയ ഇനീഷ്യേറ്റീവ് ആണ്, നിങ്ങൾക്ക് ഇതും യൂസ് ചെയ്യാം ലേൺ വൈസിന്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ കുറെ പരിചയക്കാരൊക്കെ ആയിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ പുറത്തൊക്കെ എക്സാമിനൊക്കെ പോയിട്ടും അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ട് കുറച്ച് പരിചയക്കാരൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മുടെ ലേൺ വൈസിന് റെഫർ ചെയ്യാവുന്നു. ഇപ്പം ഇൻസെന്റീവ്സ്, നമ്മൾ ഈ പറഞ്ഞ ഇൻസെന്റീവ് പറയുന്നത് ഒരു റെഫറലിന് നിങ്ങൾക്ക് കിട്ടുന്നത് ₹1000 ആണ്. ഒരു സക്സസ്ഫുൾ റെഫറൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് ₹1000 ആണ് ഒരു റെഫറലിന് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ ഫോർ റെഫേർഡ് ഫ്രണ്ടിന് 10% ഏർലി ബേർഡ് ഡിസ്കൗണ്ടും കൂടെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങളുടെ കെയർ ഓഫിൽ വരുന്ന ഫ്രണ്ടിന്, നിങ്ങളുടെ ഫ്രണ്ട് അല്ലെങ്കിൽ റിലേറ്റീവിന് 10% ഒരു ഓഫർ കൂടെ നമ്മൾ സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ കെയർ ഓഫിൽ ആയതുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു ഏർലി ബേർഡ് ഡിസ്കൗണ്ട് എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ₹10 ആണ്, ₹1000 ആണ് ഒരു സക്സസ്ഫുൾ റെഫറലിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമുക്ക് നിങ്ങളുടെ ഒരു ടേൺ ആണ്. നിങ്ങൾ എക്സ്പീരിയൻസ് അല്ലെ, എക്സാം ഒക്കെ എഴുതി എല്ലാം കഴിഞ്ഞ് ഓക്കെ ആയി ഫ്രീ ആയി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നിങ്ങളുടെ ഒരു എക്സാമിന്റെ എക്സ്പീരിയൻസസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത്, എങ്ങനെയായിരുന്നു നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തത്, നിങ്ങളുടെ ടൈം മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അത് ബാക്കിയുള്ളവർക്കും കൂടെ ഒരു ഇൻസ്പിറേഷൻ ആണ് അല്ലെ. അപ്പൊ എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ എഴുതാൻ പറ്റി, അല്ലെങ്കിൽ കോൺഫിഡൻസോടുകൂടെ പോകാൻ പറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇത് ബാക്കിയുള്ളവർക്കും കൂടെ അത് അടുത്ത പ്രാവശ്യം അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ നല്ല രീതിയിൽ എക്സാമിന് വേണ്ടിയിട്ട് അപ്പിയർ ചെയ്യാം എന്നൊക്കെയുള്ള രീതിയിൽ മറ്റുള്ളവർക്കും കൂടെ ഒരു ഇൻസ്പിറേഷൻ ആണ്, ഹെൽപ്ഫുൾ ആണ്. ഓക്കെ. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ടൈമാണ്. അപ്പൊ നിങ്ങൾക്ക് വൈഷ്ണവി മാം അവർക്ക് താല്പര്യമുള്ളവർക്ക് വരാം അല്ലെ. യെസ്. നമുക്ക് ഓൾറെഡി കുറച്ചൊരു പേര് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അവരെ വിളിക്കാം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി അവരുടെ ഒരു കുറച്ചും കൂടി പേര് മുന്നോട്ട് വരും തോന്നുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് രേഖ.
ഹായ്, എൻ്റെ പേര് രേഖ. ഞാൻ ജൂലൈയിലാണ് അഡ്മിഷൻ എടുത്തത്. ആക്ച്വലി ജനുവരിയിൽ അഡ്മിഷൻ എടുത്താണ്, പക്ഷെ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത് ജൂലൈയിലാണ്. വളരെ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. മാത്രമല്ല, ഒരു 2 മാസത്തിനുള്ളിൽ എൻ്റെ അസൈൻമെന്റ്സ് എല്ലാം എനിക്ക് വൈഷ്ണവ മാമിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. അതിനിടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഫാമിലിയിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, എമർജൻസി, അങ്ങനെയൊക്കെ പല പല സമയത്തും സ്റ്റക്ക് ആയിരുന്നു. എന്നാലും മാം വളരെയധികം മോട്ടിവേറ്റ് ചെയ്ത് എനിക്ക് അസൈൻമെന്റ്സ് ഒക്കെ ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ എക്സാംസ് എല്ലാ പോർഷൻസും ഒന്നും കവർ ചെയ്ത് പഠിക്കാൻ പറ്റിയിട്ടില്ല. മെയിൻ ടോപ്പിക്സ്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അങ്ങനത്തെ കുറച്ച് സെലക്ട് ചെയ്ത ടോപ്പിക്സ് ആണ് പഠിച്ചിരുന്നത് എക്സാമിന് വേണ്ടിയിട്ട്. ലക്കിലി സെലക്ട് ചെയ്ത ടോപ്പിക്സ് തന്നെയാണ് എക്സാമിന് ചോദിച്ചതും. എനിക്ക് നന്നായിട്ട് എക്സാം പ്രിപ്പയർ ചെയ്യാൻ പറ്റി, എഴുതാൻ പറ്റി. വളരെയധികം താങ്ക്ഫുൾ ആണ് മാമിന്റെ അടുത്ത്. സെലക്ട് ചെയ്ത ടോപ്പിക്സ് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും ചോദിച്ചത് തന്നെ. സോ അങ്ങനെ ചെയ്തു. പിന്നെ വാല്യൂ ആഡഡ് നോട്ട്സ്, ക്ലാസ്സസ് അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കാണാനും പഠിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. സോ എക്സാം അത്ര ടഫ് ആയിരുന്നില്ല. വളരെയധികം മാനേജ് ചെയ്ത് പ്രിപ്പയർ ചെയ്തു. അതുകൊണ്ട് തന്നെ എക്സാംസ് ഒത്തിരി ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റി. എസ്പെഷ്യലി വൈഷ്ണവ് മാമിന്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട് അതിന്. നെക്സ്റ്റ് ഇയറും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. നെക്സ്റ്റ് സോ ശാരദ ഉണ്ടോ? ശാരദ. യെസ് മാം, ഉണ്ട്. ഗുഡ് ഈവനിങ് മാം. ഞാൻ ജാനിലാണ് ജോയിൻ ചെയ്തിരുന്നത്. ഇവരുടെ എല്ലാ എന്താ പറയുക, ലാംഗ്വേജ് എനിക്ക് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തു. എൻ്റെ മെന്റർ വൈഷ്ണവി മാം ആയിരുന്നു. മാം എന്നെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിക്കാനും മോട്ടിവേറ്റ് ചെയ്യാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. ഈ വർഷം വലിയ പാടൊന്നും ഇല്ലായിരുന്നു. എല്ലാം ടൈം മാനേജ് ചെയ്ത് എഴുതാനായിട്ട് സാധിച്ചു. വാല്യൂ ആഡഡ് നോട്ട്സ് ഒക്കെ വായിച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ എക്സാം സ്പെഷ്യൽ സെഷൻസ് ഒക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു ലാംഗ്വേജ് ആൻഡ് വൈഷ്ണവി. താങ്ക് യു സോ മച്ച്. എനിക്ക് നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു. Thank ശ്യാമലി. ഓക്കെ മാം. അതായത് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞത് ചേരുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്ക് ശരിക്കും ലാംഗ്വേജും പിന്നെ എന്റെ മെന്റർ സുനീറ മാമിന് ഭയങ്കര ഹെൽപ്പായിരുന്നു. ശരിക്കും നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എക്സാം ഇങ്ങനെ ആയിരിക്കും, നമ്മളത് ആ രീതിയിൽ പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറെ അത് ഹെൽപ്പായിട്ടുണ്ട്. ഞാൻ കുറെ വർഷം കഴിഞ്ഞിട്ടാണ് ഈ പഠിക്കാൻ ഇരിക്കുന്നതും ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതല്ല. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ലാംഗ്വേജിലും മാം എനിക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്ന കാരണം കുറെ ഹെൽപ്പായിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അതായിരുന്നു. അപ്പൊ ഇനി സെക്കൻഡ് ഇയറിലേക്ക് ശരിക്കും ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ പഠിക്കണം എന്ന് തന്നെയാണ്. താങ്ക് യു ശ്യാമലി. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. സോ ഇവരുടെ എല്ലാം നിങ്ങൾ കേട്ടോ അല്ലെ? ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും മുന്നോട്ട് വന്നിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം എന്നുണ്ടോ? ഹലോ, ഞാൻ സുധയാണ്. ഞാൻ 50-ാമത്തെ വയസ്സിലാണ് അല്ലെ ഇപ്പൊ സൈക്കോളജി പഠിക്കാൻ വരുന്നത്. അപ്പൊ ഇത് പഠിത്തം പോസിബിൾ ആണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. കാരണം ഡ്യൂട്ടി ഭയങ്കര ഹെക്റ്റിക് ആണ്. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. മോളുടെ ട്രെയിനിങ് പോയിന്റ് ആയിരുന്നു. പേരൻസ് ഉണ്ട്. വളരെയധികം ഇതായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ എനിക്ക് റൈറ്റ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയി. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോൾ ഞാൻ പലപ്പോഴും അക്ഷയോട് പറഞ്ഞു, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ സ്കിപ്പ് ചെയ്യുക. കാരണം എനിക്ക് അസൈൻമെന്റ് ഒന്നും എഴുതാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, റൈറ്റ് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയതുകൊണ്ട്. അപ്പോഴൊക്കെ അക്ഷര എന്നോട് പറഞ്ഞു, ഇല്ല പറ്റും പറ്റും പറ്റും, എഴുത് പറ്റും സുധാകൃതിക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോട്ടിവേറ്റ് ചെയ്താണ് ഞാൻ ആക്ച്വലി എന്താണെങ്കിലും എഴുതാം എന്ന് തീരുമാനിച്ചു. അതിന് അക്ഷരയ്ക്ക് ഒരു ബിഗ് താങ്ക്സ്. കാരണം അക്ഷര പിന്നാലെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോഴൊക്കെ ടേക്ക് യുവർ ഓൺ ടൈം എന്ന് പറഞ്ഞിട്ട് അക്ഷരയ്ക്ക് അതിന് സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. എല്ലാ എക്സാമും ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. താങ്ക് യു സുധ. താങ്ക് യു സോ മച്ച്. അക്ഷര മാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. സോ അക്ഷര മാമിന് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും ഇത് കേൾക്കുമ്പോൾ. നമുക്ക് എന്തായാലും സ്റ്റുഡൻസ് ഒരു ഫീഡ്ബാക്ക് പറയുന്ന സമയത്ത് മെന്റേഴ്സ് ആയ നമുക്ക് എന്തായാലും നല്ല സന്തോഷം വരുന്ന ഒരു മൊമെന്റ് ആണല്ലോ അല്ലെ? താങ്ക് യു സോ മച്ച് സുധ.
വേറെ ആരെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാനായിട്ട്? ഇല്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, നിങ്ങളുടെ ഫീഡ്ബാക്സ് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് തരാണെങ്കിൽ അതും പറയാം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ അഫിദ. ഹായ് മാം. ഇപ്പൊ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തപ്പോഴാണ് കുറെ കാര്യങ്ങൾ മനസ്സിലായത്. എന്നുവെച്ചാൽ ഞാൻ ഫസ്റ്റ് ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടെൻഷൻ അടിച്ചിട്ടാണ് കയറിയത്. എന്താകും ഏതാകും എന്നറിയില്ല. ഒരു കോളേജിൽ പോയ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഒരു 3 വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ +2 കഴിഞ്ഞ ഒരു 3 വർഷം ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡിഗ്രി എടുക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള എല്ലാ ടെൻഷനും എനിക്കുണ്ടായി. പക്ഷേ ഫസ്റ്റ് തന്നെ ഇതേപോലെ ഫസ്റ്റത്തെ നമ്മളെ സൂം മീറ്റിൽ തന്നെ കുറച്ചൊക്കെ ഒരു കോൺഫിഡന്റ് ആയതാണ്. ഇപ്പൊ ഈ സെക്കൻഡ് ഇയറിൽ കണ്ടക്ട് ചെയ്തതിൽ ഫസ്റ്റ് ഇയർ ചെയ്തപ്പോൾ തന്നെ ഒരു ഏകദേശം ഐഡിയ കിട്ടി. പക്ഷെ എന്നാലും ഉള്ളിൽ ഇത് എങ്ങനെ ആയിത്തീരും എന്നുള്ളത്, അസൈൻമെന്റ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ എല്ലാവരും പറയുന്നത് അസൈൻമെന്റ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന്. പക്ഷെ അസൈൻമെന്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പറഞ്ഞ പോലെ പോയതുകൊണ്ട് എൻഡിങ് അങ്ങനെ സബ്മിഷന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ മാത്രമല്ല ഇതിലിപ്പോ എല്ലാം അവൈലബിൾ ആയതുകൊണ്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ടൈമും കൂടി കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്ത് പോയി കഴിഞ്ഞാല് പ്രത്യേകിച്ച് നമുക്ക് ഒരുപാട് ടൈം ഉണ്ട്. പക്ഷെ അത് വേണ്ട പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതുവരെ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. പക്ഷെ ഒരിടയ്ക്ക് ഒരു 3-4 മാസം അത്യാവശ്യം നല്ലോണം ഉഴപ്പിയതിന്റെ ഒരു കാര്യത്തില് കുറച്ച് സബ്ജക്ട് എനിക്ക് ഇപ്പൊ ഞാൻ ഈ ഫസ്റ്റ് സെമ്മിൽ എഴുതിയിട്ടില്ല. അപ്പൊ അത് ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഒരു പാഠം പഠിച്ചിട്ടുണ്ട്. കാരണം 4 മാസം ഞാൻ വെറുതെ തീരെ നോക്കാതെ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോ ഇനി ഈ വർഷമെങ്കിലും നല്ല രീതിയിൽ ചെയ്യണമെന്ന് എനിക്ക് ഇന്നുണ്ട്. പിന്നെ മെന്റേഴ്സ് ആണെങ്കിലും ഹന മാം ആണ് എന്റെ മെന്റർ. അപ്പോ ഏത് സമയത്ത് എപ്പോഴാണെങ്കിലും നമുക്കൊരു ഡൗട്ട്, അതെ സബ്ജക്ട് ബേസ് ചെയ്തോട്ടെ അല്ലാണ്ടായിക്കോട്ടെ, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മാമിനോട് ചോദിച്ചാൽ മാം സ്പോട്ടിൽ റിപ്ലൈ തരും. അതല്ലാന്നുണ്ടെങ്കിൽ മാം അല്ലെങ്കിൽ ഞാൻ തിരക്കിലാണെങ്കിൽ ഫ്രീ ആവുന്ന ടൈം അനുസരിച്ച് വിളിക്കും. അതൊക്കെ വലിയൊരു, കാരണം നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരാളുള്ളതിനെ വലിയൊരു കാര്യമാണ്. ഇപ്പൊ നമ്മളെ ഒഫീഷ്യൽ ഗ്രൂപ്പിലാണെങ്കിലും ലേൺ വൈസിൽ അല്ലാത്ത സ്റ്റുഡൻസ് ബുദ്ധിമുട്ടുന്ന അവർ ഒരുപാട് കാര്യത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. മെന്റർ ഇല്ലാത്തതിന്റെ, ഒരു ക്ലാസ് എങ്ങനെയാ പോകുന്നത് അവർക്ക് ഒരു ഐഡിയ ഇല്ല. അതൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ട് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത് വലിയ ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു മാം. ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ ഇതിൽ ഞാൻ ഒതുക്കാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് പറയാനുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. മാം ക്യാൻ ഐ? യാ ഷിഫ പറഞ്ഞോളൂ. ഞാൻ ജൂലൈ 2023 അഡ്മിഷൻ എടുത്തത്. ഞാൻ സെക്കൻഡ് ഇയറിന് വേണ്ടിയിട്ടാണ് ലേൺ വൈസിൽ വന്നത്. പക്ഷെ എനിക്ക് ഫസ്റ്റിന്റെ ക്ലാസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ഈ എക്സാമിന്റെ ടൈമിലാണ്. ഞാൻ ആക്ച്വലി വേറൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ആ എക്സാം എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെതായ സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ ശരിക്കും എക്സാം നോക്കിയത് ഈ ഡിസംബർ ഈ സെഷനിലാണ്. അപ്പൊ ഞാൻ സുനീറ മാമിന്റെ ആണെങ്കിലും വൈഷ്ണവി മാമിന്റെ ആണെങ്കിലും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സെഷൻസ് ഇല്ലേ, അതെനിക്ക് നന്നായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ ഡിഫറൻസും പിന്നെ അതുപോലെ തന്നെ മറ്റേ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ഒക്കെ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരുടെ മുഖം എനിക്ക് മനസ്സിൽ വന്നു. സുനീറ മാമും വൈഷ്ണവി മാമും രണ്ടുപേരും നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. അതാണ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് സത്യം പറഞ്ഞ ആ ക്ലാസ് കണ്ടപ്പോഴാണ് ശരിക്കും സൈക്കോളജിയോട് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നത്. അപ്പൊ ഇനി സെക്കൻഡ് ഇയർ മുതൽ ശരിക്കും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോകണമെന്നുണ്ട്. പിന്നെ സുനിറ മാം ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എന്ത് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാലും അപ്പം നമുക്ക് റിപ്ലൈ ചെയ്തു തരും. അപ്പോ ഇനിയും സെക്കൻഡ് ഇയറിലും സുനിറ മാം അതുപോലെ തന്നെ സപ്പോർട്ടീവ് ആയിരിക്കും പ്രതീക്ഷിക്കണം. താങ്ക് യു. എന്തായാലും സെക്കൻഡ് ഇയറിലും ഫസ്റ്റ് ഇയറിന്റെ അതേപോലെ തന്നെ കാര്യങ്ങളും സെക്കൻഡ് ഇയറിലും തന്നെ ഉണ്ടാവും. പിന്നെ സെക്കൻഡ് ഇയറിൽ നമ്മൾ കുറച്ചുകൂടെ എല്ലാവരുമായിട്ട് ഒരു അടുപ്പാണ്. ഓൾറെഡി നമ്മൾ 1 ഇയറിന്റെ ഒരു പരിചയമായി കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്കും അതെ ഞങ്ങൾക്കും അതെ കംഫർട്ടബിൾ കൂടുതലായിരിക്കും. ക്ലാസ് എടുക്കാനും ഞങ്ങൾ ഉണ്ടാവും കേട്ടോ. സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് ലൈവ് എടുക്കാൻ ഞങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത്. സോ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ സെക്കൻഡ് ഇയർ, ഒരു പേടിയും കൂടാണ്ട് കേട്ടോ. ഓക്കെ മാം. ഓക്കെ, താങ്ക് യു ഷിഫ. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ എക്സ്പീരിയൻസ്? ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരാം കേട്ടോ. ഓക്കെ, സോ എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി എല്ലാവരും പറഞ്ഞു എക്സ്പീരിയൻസ് എല്ലാം കാര്യങ്ങളെല്ലാം. സോ നിങ്ങൾക്ക് ഈ പറഞ്ഞ സെഷനിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ റീ രജിസ്ട്രേഷന്റെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഒന്നുകൂടി പറയാണ്, റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് എലക്ടീവ്സ് മെന്ററിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം ചൂസ് ചെയ്യുക. അത് ശ്രദ്ധിച്ചിട്ട് തന്നെ ചൂസ് ചെയ്യുക. വൺസ് നിങ്ങൾ റീ രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എലക്ടീവ്സ് മാറ്റാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അത് വളരെ കുറവാണ്. കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മെയിൽ അയച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിൽ പോയി റിക്വസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. സോ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
പ്രോപ്പർ ആയിട്ട് നിങ്ങൾ മെന്ററിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് മാത്രം എലക്ടീവ്സ് ചൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ആൻഡ് ലേൺ വൈസിൽ ജോയിൻ ചെയ്യാനുള്ള ടൈം ഇപ്പൊ നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ലേൺ വൈസിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് സൂൺ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെന്റർ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറത്തെ പോലെ തന്നെ നിങ്ങൾക്ക് ഓർഗനൈസ് ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകണം എന്നുണ്ടെങ്കിൽ ഷോർലി നിങ്ങൾ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുക. നമ്മൾ തന്നെയായിരിക്കും മെന്റേഴ്സ് മാറുന്നില്ല കേട്ടോ. ഞങ്ങൾ തന്നെയായിരിക്കും മെന്റേഴ്സ് ആയിട്ട് ഉണ്ടാവുക. സോ ത്രൂ ഔട്ട് ഞങ്ങളുടെ ആഗ്രഹം ത്രൂ ഔട്ട് 3 കൊല്ലം നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാവണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ആസ് മെന്റേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് വേണം രജിസ്ട്രേഷൻ്റെയോ അല്ലെങ്കിൽ ലേൺ വൈസിൽ റീജോയിൻ ചെയ്യാനുള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ മെന്റേഴ്സിനെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഹോപ്പ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നുവിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നുവിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺ വൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.